ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഓണത്തിന് ശേഷമുള്ള നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മളുടെ ഡിസ്കഷൻ ഒരു ചെറിയ ഡിസ്കഷനാണ്. ബേസിക്കലി നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കറണ്ട് ഇലക്ട്രിസിറ്റിയിലും ഇനി അങ്ങോട്ട് ഉപയോഗിക്കാൻ പോകുന്ന രണ്ട് ടേമുകളാണ്. ഒന്ന് ഇ എം എഫ്, രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഈ രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇ എം എഫ് ആൻഡ് ഹൗ ഇറ്റ് ഡിഫർ ഫ്രം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമുക്ക് സാധാരണഗതിയിൽ നിങ്ങൾ മനസ്സിലാക്കില്ല, ഇ എം എഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ്. ആദ്യമേ ഞാൻ നിങ്ങളോട് പറയാം, ഇതിന് ഇ എം എഫിന് ഫോഴ്സുമായിട്ടല്ല റിലേഷൻ, പകരം വർക്ക് അല്ലെങ്കിൽ എനർജിയുമായിട്ടാണ് റിലേഷൻ. ഇ എം എഫ് എന്ന് പേരിട്ടെന്നേ ഉള്ളൂ. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് നമ്മൾ അതിനെ വായിക്കുകയേ വേണ്ട. ഞാൻ ആൾറെഡി പറഞ്ഞു, അത് വർക്ക് അല്ലെങ്കിൽ എനർജി എന്ന് ഈക്വലൻ്റ് ആയ ഒരു ടേമാണ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഇത് തമ്മിലുള്ള ക്ലിയർ ആയി നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. നോക്കൂ, നമുക്ക് ചില ഐഡിയകൾ ഇപ്പോൾ ആൾറെഡി ഉണ്ട്. ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പറയും, ഈ കണ്ടക്ടറെ ഞാൻ നെയിം ചെയ്യുകയാണ്, ലെറ്റ് എ ബി ദ നെയിം ഓഫ് ദ കണ്ടക്ടർ. നമ്മൾ ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെക്കുകയാണെങ്കിൽ ഇതിനെ ക്രോസ് ആയിട്ട് we have to offer a potential difference. നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫർ ചെയ്യാം. നമ്മളിവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫർ ചെയ്യാൻ പോവുകയാണ്. ഇതാ നോക്കൂ, ഇവിടെ ഞാനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ ഞാൻ ഓഫർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ യൂസിങ് ദി സെൽ. ഇപ്പോൾ സെല്ലിനെ കുറിച്ച് നമുക്ക് ഒന്നാമതൊരു ഐഡിയ ഉണ്ട്. സെൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് ടു ഓഫർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആൻഡ് ആസ് യു നോ, ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ is from higher potential to lower potential. അപ്പോൾ ഒരു സെല്ലിനെ നമ്മൾ റെപ്രസെൻറ്റേഷനും അറിയാം. സെല്ലിൽ കറണ്ട് ഫ്ലോ ചെയ്തു, എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. അപ്പോൾ കണ്ടക്ടർ എ പി ആണെങ്കിൽ എ ഈസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ ആൻഡ് സെറ്റ് ബി ഈസ് അറ്റ് ലോവർ പൊട്ടൻഷ്യൽ. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം, എക്കും ബിക്കും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോഴും നമുക്ക് മനസ്സിലായില്ല എന്താണ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ഐഡിയ, ഈ സെൽ എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് ഇ എം എഫ് ആണ്. സോഴ്സ് ഓഫ് ഇ എം എഫ്. അപ്പൊ സോഴ്സ് ഓഫ് ഇ എം എഫിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ടു പ്രൊവൈഡ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ അത്രയും കാര്യം മനസ്സിലായി. സെൽ എന്താണെന്ന് ചോദിച്ചാൽ സെൽ ഒരു സോഴ്സ് ഓഫ് ഇ എം എഫ് ആണ്. ഇവിടെ ഒരു കെമിക്കൽ സെല്ലാകാം, എന്ത് സെല്ലും ആവട്ടെ, സോളാർ സെല്ലാകാം, എന്ത് ടൈപ്പ് സെല്ലും ആവട്ടെ, സെല്ല് ഒരു സോഴ്സ് ഓഫ് ഇ എം എഫ് ആണ്. അതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫർ ചെയ്യാം. ഒരെണ്ണം ഹയർ പൊട്ടൻഷ്യൽ ആയിരിക്കും, മറ്റേ ടെർമിനൽ ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പോൾ ഒരു സെൽ എന്ന് പറയുന്ന ഒരു സോഴ്സ് ഓഫ് ഇ എം എഫ് ആണ്. ഇപ്പോഴും നമുക്കറിയത്തില്ല എന്താണ് ഇ എം എഫ് എന്നുള്ള ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. നോക്കൂ, ഞാനിവിടെ എക്കും ബിക്കും അക്രോസ് ആയിട്ട് ഒരു സെൽ കണക്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഡ്രൈ സെൽ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്തു. നമ്മളൊരു ഡ്രൈ സെൽ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, അതിൽ എഴുതി വെച്ചിരിക്കുകയാണ് 1.5 വോൾട്ട്. ഈ ഡ്രൈ സെല്ലിന് ഒരു ഹയർ പൊട്ടൻഷ്യൽ പോയിന്റ് ഉണ്ടായിരിക്കും, ഒരു ലോവർ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. അഥവാ പ്ലസും മൈനസും സൈനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡ്രൈ സെല്ലിൽ ഒരു എൻഡിൽ പ്ലസ് ഇട്ട് വെച്ചിട്ടുണ്ടാവും, മറ്റേ എൻഡിൽ മൈനസ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ ഉണ്ടായിരിക്കും. അതിൽ എഴുതിയും വെച്ചിട്ടുണ്ട് 1.5 വോൾട്ട്. അപ്പോ ഇതാണ് ആ സെല്ലിന്റെ ഇ എം എഫ്. എത്രയാ? 1.5 വോൾട്ട്. കൊള്ളാം അല്ലേ? ഫോഴ്സിന് വോൾട്ട് എന്ന യൂണിറ്റ് വരത്തില്ല അല്ലേ? വോൾട്ട് എന്തിന്റെ യൂണിറ്റ് ആണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഇ എം എഫിന്റെ യൂണിറ്റും പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് സെയിം തന്നെ അല്ലേ? വോൾട്ട് അല്ലേ? പക്ഷേ ഡെഫിനറ്റ് ആയിട്ട് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ രണ്ടും ടേമും നമുക്ക് പരിചയപ്പെടേണ്ടത്. സി, ഡ്രൈ സെല്ലിന്റെ ടെർമിനൽസിന് അക്രോസ് ആയ വോൾട്ടേജ് ലെറ്റ് ബി മാർക്ക്ഡ് ആസ് 1.5 വോൾട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചെറുതിലെ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കൈവശം ഒരു ചെറിയ ബൾബ്. നമ്മൾ ഈ ബൾബിനെ എടുത്തിട്ട് ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തു. 1.5 വോൾട്ട് ഉള്ള ഒരു സെല്ലിനെ എടുത്ത് ഈ ബൾബിന് ക്രോസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബൾബിന്റെ ഫിലമെന്റുകൾക്ക് ക്രോസ് ആയ വോൾട്ട് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1.5 വോൾട്ട്. തിയററ്റിക്കലി അങ്ങനെ ആയേ മതിയാവുള്ളൂ അല്ലേ? ഈ 1.5 വോൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സെൽ നിങ്ങൾ പർച്ചേസ് ചെയ്തു. ഈ സെല്ലിന് രണ്ട് ടെർമിനൽ ഉണ്ടായിരിക്കും. ഒരു ഹയർ പൊട്ടൻഷ്യൽ ടെർമിനൽ ഉണ്ടായിരിക്കും, ഒരു ലോവർ പൊട്ടൻഷ്യൽ ടെർമിനൽ ഉണ്ടായിരിക്കും.
ഈ രണ്ട് ടെർമിനലിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നിങ്ങൾ EMF എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെല്ലിന്റെ ടെർമിനൽസിന് അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് EMF. റിമെമ്പർ, സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ, അപ്പോൾ ഓപ്പൺ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് EMF എന്ന് പറയുന്നത്. അതെന്താണ് ഈ ഓപ്പൺ സർക്യൂട്ട്? ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ, സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്ത്. ഫോർ എക്സാമ്പിൾ, ഇതൊരു പാത്ത് ആണ്. ഈ പാത്തിലൂടെ കറണ്ടിന് ഫ്ലോ ചെയ്യണം എന്നിരിക്കട്ടെ. ഈ പാത്തിലൂടെ കറണ്ടിന് ഫ്ലോ ചെയ്യണമെങ്കിൽ നമുക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ഒരു സെല്ലിനെ എടുത്ത് കണക്ട് ചെയ്യണം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ. ഞാൻ ഇവിടെ ഒരു കീ കൊടുത്തു. കീയുടെ സിമ്പിൾ ഇതാണിടാ. ഇപ്പോ ഓപ്പൺ ആണ്. കീ ക്ലോസ് ചെയ്താലേ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. സ്വിച്ച് ഇട്ടാലേ കറണ്ട് ഫ്ലോ ചെയ്യൂ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്വിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അറേഞ്ച്മെന്റ് ആണ് സർക്യൂട്ട് ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, വി ഹാവ് ടു ഓഫർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ സർക്യൂട്ട് മസ്റ്റ് ബി എ ക്ലോസ്ഡ് വൺ. സർക്യൂട്ട് എന്തായിരിക്കണം? ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കണം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, സർക്യൂട്ട് എന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. ദെൻ വി ഹാവ് ടു അപ്ലൈ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിവിടെ മാർക്ക് ചെയ്ത് നോക്കും. ഇങ്ങനെ മാർക്ക് ചെയ്തും. എങ്ങനെ മാർക്ക് ചെയ്യൂടാ? ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യൽ. ക്ലോസ്ഡ് പാത്ത് അല്ലേടാ, പാക സംശയം അല്ലേ? ഇവിടെ ഒരു ഗ്യാപ്പ് അല്ലേ? ഇവിടെ സെല്ലേ. ഞാനിതിനെ ഒന്ന് വലുതാക്കി വരയ്ക്കാം. നമ്മളൊരു അടുത്ത ആള് സർക്യൂട്ട് വരച്ചു വെച്ചത് ഇങ്ങനെയാ. സെല്ലിന്റെ ഹയർ പൊട്ടൻഷ്യൽ, ലോവർ പൊട്ടൻഷ്യൽ, കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഫ്ലോ ചെയ്യണ്ടേടാ. നമുക്ക് കെമിസ്ട്രി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേടാ. ഇലക്ട്രോ കെമിക്കൽ സെല്ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഡാനിയലും ലെക്ലാൻഷിയും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ഒരു സെല്ലിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് ഇലക്ട്രോഡ്സും ഇലക്ട്രോലൈറ്റും ആണ്. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോഡുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഫിസിക്കൽ മീഡിയം ഉണ്ടാകും. ദാറ്റ് ഫിസിക്കൽ മീഡിയം ഈസ് കോൾഡ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാ. ആൻഡ് ത്രൂ ദ സെൽ the direction of current flow is from lower to higher potential. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ഡയറക്ഷൻ ഓഫ് കറണ്ട് പറയുമ്പോൾ സൂക്ഷിക്കണമെന്ന് അർത്ഥം. എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ, ആൻഡ് ത്രൂ ദി സെൽ ഇറ്റ് ഈസ് ഫ്രം ലോവർ ടു ഹയർ പൊട്ടൻഷ്യൽ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു ധാരണയായി വന്നു. ഇപ്പോൾ ഞാൻ ആൾറെഡി നിങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു ഫ്രഷ് സെല്ല് പർച്ചേസ് ചെയ്തു. ഇതിന്റെ ഹയർ പൊട്ടൻഷ്യലിനും ലോവർ പൊട്ടൻഷ്യലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ പേരിട്ട് വിളിച്ചു. ദാറ്റ് ഈസ് കോൾഡ് EMF. So EMF of a cell is nothing but the terminal potential difference across the terminals of a cell in an open circuit. എവിടെ? ഓപ്പൺ സർക്യൂട്ട്. ക്ലോസ് ചെയ്താലോ? അപ്പൊ ഞാൻ അതിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. നമ്മുടെ കൈവശം ഒരു ബൾബ് ഉണ്ടായിരുന്നു. ഈ ബൾബിനെ എടുത്തിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ചെറുതിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, ഒരു സെല്ലുമായി കണക്ട് ചെയ്തു. ഇവിടെ ഒരാൾ ഒരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തു. സ്വിച്ച് ക്ലോസ് ചെയ്തപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്തു, ലൈറ്റ് കത്തി. എത്ര വോൾട്ട്? 1.5 വോൾട്ട് ഉള്ള സെല്ലാണ് കണക്ട് ചെയ്തത്. എന്താണ് ഈ 1.5? മനസ്സിലായി, ഓപ്പൺ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് നെയിംഡ് ആസ് EMF. കീ ക്ലോസ് ചെയ്തപ്പോ ബൾബിനെ ക്രോസ് ആയി 1.5 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് പ്രാക്ടിക്കൽ കേസ് നോക്കിയപ്പോൾ അത് 1.4 ഉള്ളൂ. 1.5 ആണ് നമ്മൾ അപ്ലൈഡ് PD ഈസ് 1.5. ബട്ട് സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 1.5 ഇല്ല, പകരം എക്സ്റ്റേണലി നമുക്ക് 1.4 കിട്ടിയുള്ളൂ. അപ്പം നിങ്ങൾ പറയും 1.5 മൈനസ് 1.4 ദാറ്റ് ഈസ് 0.1 വോൾട്ട്. ഈ 0.1 വോൾട്ട് നമുക്ക് എന്തായി? നഷ്ടപ്പെട്ടു പോയി. ആൻഡ് ദാറ്റ് ഈസ് നെയിംഡ് ആസ് ലോസ്റ്റ് വോൾട്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ വോൾട്ട്, ലോസ്റ്റ് വോൾട്ട്. And what is this 1.5? Open circuit PD, and that is named as EMF. Then what is this 1.4? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 1.4 എന്ന് വെച്ചാൽ സർക്യൂട്ട് ക്ലോസ് ചെയ്തപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്തു. ഈ ഇപ്പോ ഉള്ള PD ഏത്?
സെല്ലിന് ഇപ്പോൾ ഓഫർ ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സെല്ലിന് ഒരു ഹയർ പൊട്ടൻഷ്യൽ ടെർമിനലുണ്ട്, ഒരു ലോവർ പൊട്ടൻഷ്യൽ ടെർമിനലുണ്ട്. സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെല്ലിന്റെ ടെർമിനൽസ് ഓഫർ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1.5 അല്ല, പകരം 1.4 ആണ്. ദിസ് ഈസ് കോൾഡ് ദ ടെർമിനൽ പി ഡി. എവിടത്തെ? ക്ലോസ്ഡ് സർക്യൂട്ടിലെ. അപ്പോൾ ദിസ് ഈസ് ടെർമിനൽ പി ഡി. ടെർമിനൽ പി ഡി. അപ്പോൾ ഇ എം എഫ് എന്ന് ടെർമിനൽ പി ഡിയെ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? ലോസ്റ്റ് വോൾട്ട് കിട്ടും. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു ഡ്രൈ സെല്ലിനെ ചുമ്മാ എടുത്തു വെച്ചു, ഓപ്പൺ സർക്യൂട്ട്. ഇപ്പോൾ ഇതിന്റെ ടെർമിനൽസിനെ ക്ലോസ് ആയ പി ഡി വിളിക്കുന്ന പേര് ഇ എം എഫ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഇ എം എഫിന്റെ വാല്യൂ ഒന്ന് കുറഞ്ഞു അല്ലേ? ഇപ്പോൾ ആക്ച്വലി പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്ത് കിട്ടും? That is called the PD across the terminals of a cell in a closed circuit is called terminal PD. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ടെർമിനൽ പി ഡി എന്നാണ്. ഈ ഡിഫറൻസ് ആണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, ആൻഡ് ദാറ്റ് ഈസ് കാൾഡ് ലോസ്റ്റ് ഔട്ട്. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത്, എടാ ഈ ഒരു സെല്ലിനെ പർച്ചേസ് ചെയ്തപ്പോ കടയിൽ നിന്ന് ഒരു ഓപ്പൺ സർക്യൂട്ടിൽ വെച്ചപ്പോ 1.5 ഉണ്ടായിരുന്നു. ഇതിനെ എടുത്ത് സർക്യൂട്ടിൽ കണക്ട് ചെയ്തപ്പോ 1.4 ഉള്ളൂ. ബാക്കി 0.1 വോൾട്ട് ലോസ്റ്റ് വോൾട്ട്. ഈ ലോസ്റ്റ് വോൾട്ടിന് കാരണം അപ്പൊ നമ്മുടെ സർക്യൂട്ട് നോക്കിയാൽ നിനക്കറിയാൻ പറ്റും, ഈ സർക്യൂട്ടിൽ ഈ റെസിസ്റ്റർ എക്സ്റ്റേണൽ ആയ ഡിവൈസ് മാത്രമല്ല ഉള്ളത്. പിന്നെ ഞാൻ ആൾറെഡി പറഞ്ഞു, കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ കൂടെ ഫ്ലോ ചെയ്യും. എവിടെ കൂടെ? ഇലക്ട്രോലൈറ്റിലൂടെയും ഇലക്ട്രോഡുകളിലൂടെയും. നോക്കൂ, ഇലക്ട്രോലൈറ്റ് ഒരു ഫിസിക്കൽ മീഡിയം ആണ്. ഫിസിക്കൽ മീഡിയം ആണോ? ഇറ്റ് ഓഫർ സം റെസിസ്റ്റൻസ്. അപ്പോ നമ്മൾ ഈ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തപ്പോ എക്സ്റ്റേണൽ റെസിസ്റ്ററിനെ കിട്ടി. ഇപ്പൊ ബൾബിന്റെ ഫിലമെന്റിന്റെ റെസിസ്റ്റൻസ് R ആണെന്നിരിക്കട്ടെ, സർക്യൂട്ടിലെ കറണ്ട് I ആണെന്നിരിക്കട്ടെ. ഇവിടുത്തെ ഇ എം എഫിനെ ഞാൻ E എന്ന് റെപ്രസെന്റ് ചെയ്താൽ സാധാരണഗതിയിൽ നിങ്ങൾ എഴുതി വെക്കുന്നത് ഓംസ് ലോ പ്രകാരം V = IR. ഇവിടെ വിയുടെ വാല്യൂ ഇ എം എഫ്. ഇ എം എഫ് എവിടെ കാണണം? ഇവിടെ കാണണം. IR. പ്രശ്നമൊന്നുമില്ല. 1.5 ഇവിടെ 1.5 ആയിട്ട് അപ്പിയർ ചെയ്യും. പക്ഷേ സർക്യൂട്ട് നമ്മുടെ ഡിസ്കഷൻ ഇൻകംപ്ലീറ്റ് ആണ്. എന്താ കാര്യം? കറണ്ട് ഇതിലൂടെ മാത്രമല്ല ഫ്ലോ ചെയ്യുന്നത്, പിന്നെ എന്തിലൂടെയും? ഇലക്ട്രോലൈറ്റിലൂടെയും. ഇലക്ട്രോലൈറ്റിന് എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്. I ആംപിയർ കറണ്ട് ഏതിലൂടെയും ഫ്ലോ ചെയ്യും. ദാറ്റ് ഈസ് ഓൾ. ഒരു സെല്ലിന്റെ പോസിറ്റീവ് നിന്ന് എത്ര കറണ്ട് ലീവ് ചെയ്യുന്നു അത്രയും കറണ്ട് എൻട്രി ചെയ്യും വേണം. അപ്പൊ I ആംപിയർ കറണ്ട് എക്സ്റ്റേണലിലൂടെ ഉണ്ടെങ്കിൽ ആ I ആംപിയർ കറണ്ട് തന്നെ ഇലക്ട്രോലൈറ്റിലൂടെയും ഫ്ലോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? ഇവിടെ I × ആയിരിക്കും. ദിസ് ഈസ് കോൾഡ് ലോസ്റ്റ് വോൾട്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇക്വേഷൻ കിട്ടി. E = IR. 1.5. ഇത് 1.4. ഇത് 1.5. ഏത്? സെല്ലിൻ്റെത്. ബാക്കി ലോസ്റ്റ് വോൾട്ട് എത്ര? 0.1. അപ്പൊ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും, ഇവിടെ ഈ ഇക്വേഷനിൽ ഇ എം എഫ് മൈനസ് ടെർമിനൽ പി ഡി ഈസ് ലോസ്റ്റ് വോൾട്ട്, ഓർ ഇ എം എഫ് ഈസ് ഈക്വൽ ടു, കമോൺ, or EMF is equal to terminal PD plus lost volt. That is E equals terminal PD is IR. തീർന്നോടാ? ഇല്ല. പ്ലസ് ആരുണ്ടടാ? ലോസ്റ്റ് വോൾട്ട്. ലോസ്റ്റ് വോൾട്ട് എത്രടാ? I × small. Is that clear? അപ്പൊ ഇ എം എഫും ടെർമിനൽ പി ഡിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓപ്പൺ സർക്യൂട്ടിലെ ടെർമിനൽ പി ഡി ആണ് എന്ത്? ഇ എം എഫ്. സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ടെർമിനൽ പി ഡി വാല്യൂ ഇ എം എഫിനേക്കാൾ കുറവായിരിക്കും. എന്തുകൊണ്ട്? ലോസ്റ്റ് വോൾട്ടിന് കാരണം. ലോസ്റ്റ് വോൾട്ടിന് കാരണം എന്താണ്? ലോസ്റ്റ് വോൾട്ടിന് കാരണം ഒരു സെല്ലിന്റെ ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡും ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. ഇത് എക്സ്റ്റേണൽ ആയ റെസിസ്റ്റൻസ് ആണ്. എക്സ്റ്റേണൽ സർക്യൂട്ട് അല്ലേടാ ഇത്. അപ്പൊ ഇവനാരടാ? സെല്ലിനകത്ത്. ഇവനാര്? ഇന്റേണൽ. അപ്പൊ സ്മോൾ ആറിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ ലോസ്റ്റ് വോൾട്ടിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ
ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ സെൽ. സെൽ എങ്ങനെ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും? സെല്ലിന് ഇലക്ട്രൈറ്റും ഇലക്ട്രോഡ്സും ഉണ്ട്, അവന്മാർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ എനിക്ക് വേണമെങ്കിൽ EMF is equal to ടെർമിനൽ പി ഡിയെ നമ്മൾ വി എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുക, വി പ്ലസ് IR എന്ന് എഴുതാം. അഥവാ വി ഈക്വൽസ് E മൈനസ് IR, where E is the EMF and IR is the lost volt. എന്ന് പറഞ്ഞാലേ എൻ്റെ കൈവശം 1.5 വോൾട്ട് ഉള്ള ഒരു ഡ്രൈ സെൽ ഉണ്ടെന്നേ. ഞാൻ ഇവനെ എടുത്ത് ഒരു ബൾബിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു. നോക്കടാ, ഒരു ബൾബിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു. ബൾബിന് അക്രോസ് ആയിട്ട് എനിക്ക് എത്രയേ കിട്ടൂ? ഈ 1.5 എന്ത് മൈനസ് ചെയ്തോളണം? ലോസ്റ്റ് വോൾട്ട് മൈനസ് ചെയ്തോളണം. ഫോർ എക്സാമ്പിൾ, സെല്ല് ഞാൻ ഉപയോഗിച്ചു. ലോസ്റ്റ് വോൾട്ടിന് കാരണം ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രൈറ്റ് ഓഫ് എ സെൽ ആണ്. എടാ, സെല്ല് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്കറിയാം, ഡാനിയൽ സെല്ലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്തേക്ക് സിങ്ക് സൾഫേറ്റ് ആഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. മീഡിയം ഹോമോജിനസിന് പകരം ഹെക്ട്രോജിനസ് പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട, റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലോസ്റ്റ് വോൾട്ടും കൂടും. അപ്പോൾ ഫ്രഷ് സെല്ലാണെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആയിരിക്കും. എപ്പോഴും ഓർത്തിരുന്നോളണം, ഫ്രഷ് സെല്ലിന് ഇന്റേണൽ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ്. നിങ്ങൾ സെല്ല് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടും. കൂടിയാൽ IR കൂടും. IR കൂടിയാൽ V കുറയും. എന്ന് പറഞ്ഞാൽ ഫ്രഷ് സെല്ല് ഒരുത്തൻ കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നടാ, ഇപ്പോൾ ഇതിന്റെ ടെർമിനൽ പി ഡി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ EMF ഇതില്ല, അവൻ പറയും 1.5 തന്നെ ഉണ്ട്. കുറെ നേരം ഉപയോഗിച്ചു, ഇപ്പോൾ 1.4 ആയി, 1.3 ആയി, 1.1 ആയി. അഥവാ നിങ്ങൾ പറയും സെല്ല് വീക്ക് ആകാൻ തുടങ്ങി. കാരണം ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടി, ലോസ്റ്റ് വോൾട്ട് കൂടി. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ഇപ്പോൾ കുറേ ധാരണകൾ ഉണ്ടായി അല്ലേടാ, EMFും പൊട്ടൻഷ്യൽ ഡിഫറൻസും എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിർത്താം. നോക്കൂ, ഞാൻ ആൾറെഡി നിങ്ങളോട് പറയുകയാണ്, ഇതൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് ആണ്, ഇത് A ആണ്, B ആണ്. ഇതിലൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യാണ്. എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്? A നിന്ന് Bയിലേക്ക് ഫ്ലോ ചെയ്യാൻ. A നിന്ന് Bയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ A ഹയർ പൊട്ടൻഷ്യലാണ്, B ലോവർ പൊട്ടൻഷ്യലിലാകുന്നു. അങ്ങനെയാണെങ്കിൽ ഒരാള് എക്കും ബിയുടെ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, സിയുടെ പൊട്ടൻഷ്യൽ എന്താണ്? A പ്ലസ് ആണ്, B മൈനസ് ആണ്. അങ്ങനെയാണെങ്കിൽ സിയുടെ പൊട്ടൻഷ്യൽ ഒന്ന് പറഞ്ഞേടാ അരവിന്ദ്, അമീൻ, ബിലാൽ, ആരൊക്കെ ഉണ്ടടാ? ഉള്ളവരെല്ലാം പറയടാ, പെട്ടെന്നോട്ടൊന്ന് പറഞ്ഞൂടാ. എയുടെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്, B മൈനസ് ആണെങ്കിൽ ഞാൻ ഇന്റർമീഡിയറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ളിടത്തൊരു ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, സിയുടെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? അപ്പൊ എന്ന് സിയിലോട്ടാ കറണ്ട് ഫ്ലോ അല്ലേടാ. എന്ന് ബിയിലോട്ട് പോയെങ്കിൽ എന്ന് സിയിലോട്ട് പോയേ പറ്റൂ. അപ്പൊ സി പ്ലസ് ആണെങ്കിൽ എ പോസിറ്റീവ് ആണെങ്കിൽ സി എന്തായിരിക്കും ഇവിടെ? മൈനസ്. അത് കൊള്ളാം അല്ലേടാ. സിയും നെഗറ്റീവ്, ബിയും നെഗറ്റീവ് അല്ലേ. ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ സി എന്ന് ബിയിലേക്കാണ്. അപ്പൊ ബി നെഗറ്റീവ് ആണെങ്കിൽ സി എന്തായിരിക്കും ഇവിടെ? പോസിറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എ പ്ലസ് ആണോ മൈനസ് ആണോ, സി പ്ലസ് ആണോ മൈനസ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റിലേറ്റീവ് ആണ്. സി സെറ്റ് ഹയർ പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ബി. ബിയെ വെച്ച് നോക്കുമ്പോൾ സി ഹയർ പൊട്ടൻഷ്യലിലാകുന്നു. പക്ഷേ സിയും എയും തമ്മിൽ കമ്പയർ ചെയ്താൽ കമ്പയർഡ് ടു എ, സി ഈസ് ആറ്റ് ലോവർ പൊട്ടൻഷ്യൽ. അപ്പൊ നിനക്ക് മനസ്സിലായി, ഈ സർക്യൂട്ടിൽ എക്കും സിക്കും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, സിക്കും ബിയിലും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, ഡിക്കും ബിക്കും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, സിക്കും ഡിക്കും. So you can measure potential difference across any 2 points of an electrical circuit. ഇഷ്ടമുള്ള പോയിന്റിനെ ക്രോസ് ആയിട്ട് you can measure the potential difference, right? പക്ഷേ EMF എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സെല്ലിന്റെ ടെർമിനൽസിനെ ക്രോസ് ആയിട്ട് മാത്രമേ മെഷർ ചെയ്യാൻ പറ്റൂ, അതും ഓപ്പൺ സർക്യൂട്ടിലായിരിക്കണം. ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ വിളിക്കുന്ന പേര്, കറണ്ട് ഫ്ലോ ചെയ്താൽ പിന്നെ അതിനെ വിളിക്കുന്ന പേര് ടെർമിനൽ PD എന്നാകുന്നു. ഇപ്പൊ കറണ്ട് ഫ്ലോ ചെയ്താലേ പിന്നെ അവിടെ കറണ്ട് ഫ്ലോ ചെയ്താലേ റെസിസ്റ്റൻസ് എന്ന ടേമിന് സിഗ്നിഫിക്കൻസ് ഉള്ളൂ. അപ്പൊ മനസ്സിലായിക്കോളും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. EMFനെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ സർക്യൂട്ട് അല്ലേടാ.
കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലടാ, പിന്നെ എന്തോന്ന് റെസിസ്റ്റൻസ്. കേരളത്തിന്റെ ദേശീയോത്സവം ബന്ധല്ലേടാ, ബന്ധിന്റെ അന്ന് റോഡിൽ ട്രാഫിക് ഇല്ല, വാഹനങ്ങളില്ലെന്നേ, അന്ന് പിന്നെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടോ? അതുപോലെയാണ് ഓപ്പൺ സർക്യൂട്ടിൽ എന്തില്ല, കറണ്ട് ഫ്ലോ ഇല്ല. കറണ്ട് ഫ്ലോ ഇല്ലെങ്കിൽ പിന്നെ എന്തില്ല? ദാറ്റ് ഈസ് ഓൾ. റെസിസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ ഇ എം എഫ് എന്ന ടേം റെസിസ്റ്റൻസിന് ഇൻഡിപെൻഡന്റ് ആണ്. ബട്ട് റിമെമ്പർ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഐ റിപ്പീറ്റ്, ഇ എം എഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് റെസിസ്റ്റൻസ്, ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് independent of what we call the resistance. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ അറിയാം. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഒരു സെല്ലിന്റെ ഫിഗർ മാത്രം സർക്യൂട്ടിൽ ചിലപ്പോൾ വരച്ച് കാണിക്കും. സെല്ല് മാത്രം ഇങ്ങനെ ഒരു ആരോ ഇട്ടിരിക്കുക. സെല്ലിന്റെ പോസിറ്റീവ് എന്ന് പുറത്തേക്ക് ഒരു ആരോ ഇട്ടിട്ട് എന്താ പറയുക, ഐ എന്ന് എഴുതിയിരിക്കുക. ഇത് മനസ്സിലായിക്കൊള്ളണം. സെൽ എന്ത് ചെയ്യാണ്? സെല്ലിന്റെ പോസിറ്റീവ് കറണ്ട് പുറത്തേക്ക് വരണമെങ്കിൽ സെൽ എന്ത് സെല്ലാണ്? ഡിസ്ചാർജിങ് സെല്ലാണ്. അവിടെ നമ്മൾ എഴുതി വെച്ചു അതെന്തോന്ന് സെല്ല്? ഡിസ്ചാർജിങ്. ചിലപ്പോൾ സെല്ലിന്റെ ഫിഗർ വരച്ചിട്ടേ ആരോയെ അങ്ങ് ഡയറക്ഷൻ തിരിക്കും. റിമെമ്പർ, നൗ ഇറ്റ് ഈസ് ഇൻ ദ ചാർജിങ് മോഡ്. എന്ത് സെല്ലടാ? ചാർജിങ്. അപ്പോൾ ഒരു സെല്ല് ഡിസ്ചാർജിങ് ആണോ ചാർജിങ് ആണോ എന്ന് നോക്കാൻ എളുപ്പമാണ്. സെല്ലിന്റെ ഫിഗർ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ വരച്ചിരുന്നാൽ അതിൻ്റെ അർത്ഥം ഡിസ്ചാർജിങ് ആണ്. തിരിച്ചാരോ വന്നാൽ അതെന്താണ്? ചാർജിങ് ആകുന്നു. ഈ ഡിസ്ചാർജിങ്ങിലാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്ന ഇക്വേഷൻ ആപ്ലിക്കബിൾ. ഏത്? ഇ മൈനസ് ഐ ആർ. ചാർജിങ്ങിൽ നേരെ തിരിയും കാര്യം. സെല്ലിനെ നമ്മൾ ചാർജ് ചെയ്യത്തില്ലടാ, നമ്മുടെ മൊബൈൽ ഫോണിന്റെ സെല്ലിനെ നമ്മൾ ചാർജ് ചെയ്യുമല്ലോ. അപ്പൊ ചാർജ് ചെയ്യുന്ന സെല്ലിന്റെ കേസിലാണെങ്കിൽ ടെർമിനൽ പി ഡി എന്ന് പറയുന്ന ഇ എം എഫ് പ്ലസ് ഐ ആറുമായി മാറും. ഡിസ്ചാർജിങ് മോഡിലാണെങ്കിൽ വി ഈക്വൽ ടു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ടെർമിനൽ പി ഡി എന്ന് പറയുന്നത് ഇ മൈനസ് ഐ ആറും ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത്രയും ടേമുകളൊന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഏത്? ഇ എം എഫും പൊട്ടൻഷ്യൽ ഡിഫറൻസും. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഓപ്പൺ സർക്യൂട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഇ എം എഫ്. കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് പാത്ത് ആവണം? ക്ലോസ്ഡ് പാത്ത് ആയിരിക്കണം. ക്ലോസ്ഡ് പാത്ത് ആയി കഴിയുമ്പോൾ സെല്ലിന്റെ ടെർമിനൽസിന് ക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ടെർമിനൽ പി ഡി എന്ന് വിളിക്കും. ക്ലിയർ? ടെർമിനൽ പി ഡിയുടെ വാല്യൂ ഇ എം എഫിനേക്കാൾ കുറവായിരിക്കും. എന്തുകൊണ്ട്? ലോസ്റ്റ് വോൾട്ട്. ലോസ്റ്റ് വോൾട്ടിന് കാരണം എന്താണ്? സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തുകൊണ്ടുണ്ടാവും? സെല്ലിന്റെ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും ഫിസിക്കൽ മീഡിയമാണ്, അവർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. സെല്ല് വീക്ക് ആവുന്നതിനനുസരിച്ച് അഥവാ സെല്ലിനെ നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ ഇലക്ട്രോലൈറ്റിലേക്ക് എന്ത് ചെയ്യും? ഇമ്പ്യൂരിറ്റീസ് വരും. അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിയാൽ ലോസ്റ്റ് വോൾട്ട് കൂടും. ലോസ്റ്റ് വോൾട്ട് കൂടിയാൽ ടെർമിനൽ പി ഡി കുറയും. അതുകൊണ്ടാണ് സെൽ എന്താവാൻ തുടങ്ങുന്നത്? വീക്ക് സെൽ ആകാൻ തുടങ്ങുന്നത്. അപ്പൊ ഈ കൃത്യമായി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, ദെൻ ബൈ.